കൂടുതൽ ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചാനൽ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. ടെക് മലയാളത്തിലൂടെ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഗ്ലോബൽ ബ്രാൻഡ് കൺസൾട്ടൻസി ആയിട്ടുള്ള ഇന്റർ ബ്രാൻഡിന്റെ ഏറ്റവും പുതിയ കണക്ക് പ്രകാരം ബെസ്റ്റ് 100 ഗ്ലോബൽ ബ്രാൻഡ്സ് 2018 ഈ വർഷത്തെ കണക്കിൽ ഏറ്റവും ഫസ്റ്റ് പൊസിഷനിൽ എത്തിയിരിക്കുന്നത് ആപ്പിൾ ആണ്. 16% വർധനവാണ് ഇപ്രാവശ്യം ആപ്പിൾ നേടിയിരിക്കുന്നത്. $214.5 ബില്യൺ കമ്പനീൻ്റെ ബ്രാൻഡ് വാല്യൂ ആയിട്ട് കണക്കാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം iPhone 10 ഇറങ്ങി. അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ ഭയങ്കര ഹിറ്റായിരുന്നു. ഫോൺ തന്നെ ഭയങ്കര ജനപ്രീതിയാണ് ആകർഷിച്ചിരുന്നത്. അതിനുശേഷം ഈ വർഷം iPhone 10s, 10s Max, 10R എന്നീ മോഡൽസ് ഇറങ്ങി. അപ്പോൾ ഓരോ വർഷവും കൂടുതൽ നൂതനമായിട്ടുള്ള ടെക്നോളജിയും ഏറ്റവും ബെസ്റ്റ് ബ്രാൻഡ് ഇൻ മൊബൈൽ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ആപ്പിൾ. ആ ഒരു പേരും പ്രശസ്തിയും യൂസേഴ്സിനോടുള്ള കസ്റ്റമർ ഫ്രണ്ട്ലിനെസ്സൊക്കെ ആയിരിക്കണം ആപ്പിളിനെ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിച്ചിട്ടുണ്ടാകുക. അവരുടെ സർവീസസും അവരുടെ ഫോൺ ആയിക്കോട്ടെ, സ്മാർട്ട് വാച്ച് ആയിക്കോട്ടെ, ഇതൊക്കെ തന്നെ ആപ്പിളിന് നമ്പർ 1 പൊസിഷൻ സമ്മാനിച്ചിരിക്കുകയാണ്. സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്നത് നമ്മുടെ ഗൂഗിളാണ്. ഗൂഗിളിൽ 10% വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. അവരുടെ ബ്രാൻഡ് വാല്യൂ $115.5 ബില്യൺ ആയിട്ടാണ് മാറിയത്. മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ആമസോൺ ആണ്. $100.8 ബില്യൺ ആണ് ആമസോണിൻ്റെ ബ്രാൻഡ് വാല്യൂ ആയിട്ട് കണക്കാക്കിയിരിക്കുന്നത്. ആമസോണിന് വേൾഡ് വൈഡ് ഓൺലൈൻ സ്റ്റോഴ്സിൻ്റെ ഒപ്പം തന്നെ ഓൺലൈൻ സർവീസസിൻ്റെയും ഭയങ്കര നല്ല രീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കസ്റ്റമേഴ്സിനൊക്കെ അത്രയും ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡാണ്. അപ്പം അത്രയും ഇൻഫ്ലുവൻസ് ഈ ഒരു വേൾഡ് വൈഡ് രീതിയിൽ തന്നെ നടത്താൻ ആമസോണിന് സാധിച്ചിട്ടുണ്ട്. നാലാം സ്ഥാനത്ത് നിൽക്കുന്നത് മൈക്രോസോഫ്റ്റ് ആണ്. $92 ബില്യൺ ആണ് മൈക്രോസോഫ്റ്റിൻ്റെ ബ്രാൻഡ് വാല്യൂ ആയിട്ട് കണക്കാക്കിയിരിക്കുന്നത്. അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നത് കൊക്കക്കോള കമ്പനിയാണ്. $66 ബില്യൺ ആണ് കൊക്കക്കോളയുടെ ബ്രാൻഡ് വാല്യൂ. 9th പൊസിഷനിലാണ് നമ്മുടെ ഫേസ്ബുക്ക് നിൽക്കുന്നത്. ഫേസ്ബുക്കിന് 6% ബ്രാൻഡ് വാല്യൂവിൽ ഇടിവാണ് സംഭവിച്ചിട്ടുള്ളത്. കുറേ വിവാദങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. പ്രൈവസി ഇഷ്യൂസ്, അതുപോലെ നമ്മുടെ ഡാറ്റ പൈറസി തുടങ്ങിയിട്ടുള്ള കുറേ കാര്യങ്ങൾ, അതുപോലെ തന്നെ കാംബ്രിഡ്ജ് അനാലിറ്റിക്കേൻ്റെ റിപ്പോർട്ട്, വിവാദങ്ങൾ, പത്രസമ്മേളനം നടത്തുന്നു, പല രാജ്യങ്ങളും ഇതിനെതിരെ മുന്നോട്ടേക്ക് കേസ് കൊണ്ടുപോകുന്നു. അങ്ങനത്തെ പല കാര്യങ്ങളായിട്ട് ഫേസ്ബുക്കിൻ്റെ ബ്രാൻഡ് വാല്യൂ 6% കുറയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ വേറൊരു കമ്പനിക്ക് ഇതുപോലെ അടി കിട്ടിയിരിക്കുന്നത് നമ്മുടെ എലൻ മസ്കിൻ്റെ ടെസ്ലയ്ക്കാണ്. ടെസ്ല കഴിഞ്ഞ വർഷം വരെ ഈ ഒരു ബെസ്റ്റ് ബ്രാൻഡ്സ് ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞ ഈ ലിസ്റ്റിൽ ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഇപ്രാവശ്യം ടെസ്ല ഈ ഒരു ലിസ്റ്റിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. അതും വിവാദങ്ങൾ തന്നെയാണ് കാരണം. അപ്പോൾ എനിവേസ് നമ്മൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഫസ്റ്റ് പൊസിഷനിൽ ആപ്പിൾ വന്നു എന്നുള്ളൊരു സന്തോഷ വാർത്ത പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ മൊബൈൽ ബ്രാൻഡ് എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ വേൾഡ്സ് ബെസ്റ്റ് മാനുഫാക്ചറേഴ്സിൽ ഒന്നാം സ്ഥാനത്ത് സാംസങ്ങും സെക്കൻഡ് പ്ലേസ് ആപ്പിളും ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അല്ല, ആ രണ്ടാം സ്ഥാനത്ത് നിന്ന് ആപ്പിളിനെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളി മാറ്റിയിട്ട് ഹുവാവേ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ആപ്പിളിന് ആ ഒരു ഫോൺ മാനുഫാക്ചറിങ് രീതിയിൽ 3rd പൊസിഷനിലേക്ക് മാറിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ ബ്രാൻഡ് വാല്യൂവിലോ കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെടുന്ന രീതിയിലോ ഒന്നും ഒരു വ്യത്യാസം ഉണ്ടായിട്ടില്ല. ഈ ബ്രാൻഡ്സ് എന്ന് പറയുന്ന ഈ ഒരു ഗ്ലോബൽ ബ്രാൻഡ് കൺസൾട്ടൻസി കുറേ കാര്യങ്ങൾ കണക്കിലെടുത്തിട്ടാണ് ഈ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്, കോമ്പറ്റിറ്റീവ് സ്ട്രെങ്ത്ത്, അതുപോലെ ക്വാളിറ്റി, കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ എത്രത്തോളം ഇൻഫ്ലുവൻസ് ഉണ്ട്, ഇതൊക്കെ നോക്കിയിട്ടാണ് ബ്രാൻഡ് വാല്യൂവും അവരുടെ ഒരു ബെസ്റ്റ് ബ്രാൻഡ്സ് എന്നുള്ള ഈ ഒരു പൊസിഷൻസ് ഓരോ കമ്പനിക്കും കൊടുത്തത്. അപ്പോൾ ആ സ്ഥാനത്ത് ആപ്പിൾ ഇങ്ങനെ നിൽക്കുകയാണ്. 16% ആണ് അതിൻ്റെ ഗ്രോത്ത് ഉണ്ടായെന്ന് പറയുമ്പം എത്രത്തോളം ഇമ്പാക്റ്റ് ആളുകളിൽ ഉണ്ടായി നോക്കുക. കാരണം കഴിഞ്ഞ വർഷം വന്നപ്പോഴും ഫോണിൻ്റെ വില അത്രയും കൂടുതലാവുകയാണ്. ഇപ്പം ശരിക്കും കുറേ ആൾക്കാർ ആപ്പിൾ ഐഫോണിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമുക്ക് ചൈനീസ് ഫോൺസ്, ഇപ്പോൾ ഷിയോമിയും ഹുവാവയും അങ്ങനെയുള്ള പല കമ്പനീസ് വില കുറഞ്ഞ രീതിയിൽ നല്ല ഫോൺസ് കൊണ്ടുതരുന്നത് കൊണ്ട്, അത് യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ പല ആൾക്കാരും ആപ്പിൾ അഫോർഡബിൾ അല്ല, അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ തൃപ്തിപ്പെടുന്നതുകൊണ്ടാണ് പല ആൾക്കാരും ആപ്പിളിനെ കുറ്റം പറയുന്നത്. പല രീതിയിൽ ആപ്പിൾ ഫോൺ എന്ന് പറയുമ്പോൾ അത്രയും മികച്ച ഫോൺ ആയതുകൊണ്ടാണ് ഇപ്പം ബ്രാൻഡ്സിൻ്റെ കാര്യം, ബിഗ് ബ്രാൻഡ്സിൻ്റെ കൂട്ടത്തിലേക്ക് ആപ്പിളിനെ ഫസ്റ്റ് പൊസിഷൻ കിട്ടിയെന്ന് തന്നെ പറയാം. കാരണം അത്രയും സെക്യൂറാണ് ആപ്പിളിൻ്റെ സിസ്റ്റം. അതുപോലെ അത് നൽകുന്ന ഫീച്ചേഴ്സ്, സെക്യൂരിറ്റി, അതൊക്കെ
മറ്റ് ഫോണുകൾക്ക് അങ്ങനെ കൊടുക്കാൻ വേണ്ടി സാധിക്കില്ല. ഈ ആപ്പിൾ എന്ന് പറഞ്ഞ കമ്പനി പെട്ടെന്ന് ഉണ്ടായ കാര്യമൊന്നുമല്ല. അവർ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ഓരോ പ്രാവശ്യം ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി കൊടുത്ത് ലേറ്റസ്റ്റ് പ്രോഡക്ട്സ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരാൾക്ക് ഇപ്പം ഐഫോൺ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അതിനെ കുറ്റം പറഞ്ഞാലും എത്രത്തോളം വേൾഡിൽ ആപ്പിളിൻ്റെ ഇൻഫ്ലുവൻസ് ഐഫോണിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു റിപ്പോർട്ട് വന്നപ്പോൾ വീണ്ടും തെളിയിച്ചിരിക്കുന്നത്. അപ്പോൾ 6% കുറവ് വന്ന ഫേസ്ബുക്ക് ഈ പ്രാവശ്യം ഇനി എന്തൊക്കെ നയങ്ങൾ എടുത്തിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് നമുക്കറിയില്ല. നെക്സ്റ്റ് റിപ്പോർട്ട് ആകുമ്പോഴേക്കും വേറെ ഏതെങ്കിലും കമ്പനീസ് ഇതിന് എക്സ്ക്ലൂഡ് ആവുകയും ഇതിലേക്ക് കയറി വരികയും ചെയ്യോ എന്നുള്ളത് നമുക്കറിയില്ല. നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ടെക് ന്യൂസ് ആൻഡ് ഇൻഫോർമേഷൻ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടെക് മലയാളം ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ ബൈ.